ഹലോ എവ്രി വൺ. എന്റെ പേര് നെസ്ല എന്നാണ്. നമ്മുടെ ലേൺ വൈസിലെ സൈക്കോളജി അക്കാഡമിക് മെന്റർ ആണ്. നമ്മുടെ കേരളത്തിലെ തനതായ ഒരു ആഘോഷമാണ് അല്ലെ ഓണം. അപ്പൊ എല്ലാവരും എല്ലാവരുടെ രീതിയിലും ഓണം സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണ്. അപ്പൊ നമ്മൾ ലേൺ വൈസിൽ നമുക്ക് ഇന്ന് ലേൺ വൈസ് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ ഇന്ന് അതിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ ഓണം സെലിബ്രേഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. എ ഹാർട്ട്ഫുൾ വെൽക്കം ടു ഓൾ ഓഫ് യു. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മുടെ ടീം ലേൺ വൈസിലെ എല്ലാവരും ഇവിടെ പ്രസന്റ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ആക്റ്റീവ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കുക. അപ്പൊ നമുക്ക് ഓണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പല ആൾക്കാർക്കും പല നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. പല പണ്ടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും അല്ലെ. അപ്പൊ ഓണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഒട്ടുമിക്ക എല്ലാവർക്കും പറയാനുണ്ടാവും. ഹാപ്പിനെസ് സ്റ്റോറീസ് ആയിരിക്കും പറയാനുണ്ടാവുക. നമ്മള് പണ്ടത്തെ കാലൊക്കെ നമ്മൾ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട് അല്ലെ നമ്മുടെ ലേൺ വൈസിലെ. അപ്പോ അവരുടെ അടുത്തൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് പല സ്റ്റോറീസ് ആയിരിക്കും ഷെയർ ചെയ്യാനുണ്ടാവുക. അവരുടെ വെക്കേഷൻ സമയങ്ങള്, നമ്മുടെ ഓണസദ്യകള്, പൂക്കളിട്ട കഥകള്, പൂ പറിക്കാൻ പോയ വിശേഷങ്ങള്, അങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് ഓർത്തെടുക്കാനുണ്ടാവും. അപ്പൊ ഓണം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തിന്റെ ഷെയറിങ് കൂടിയാണ്. അതായത് സന്തോഷങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് നമ്മുടെ ഓണം എന്ന് പറയുന്നത്. അപ്പൊ ലേൺ വൈസ് നടത്തുന്ന ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവരെയും ഒരുപോലെ ഞാൻ എന്താണ് ഈ ഒരു പ്രോഗ്രാം ആസ്വദിക്കാനും അതേപോലെ തന്നെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു ഇടാണ് നമ്മുടെ ലേൺ വൈസ് ഓണാഘോഷം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ നമ്മുടെ ഓണാഘോഷ പരിപാടികൾ. അപ്പൊ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഒഫീഷ്യലി നമുക്കൊരു പാട്ട് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. നമ്മുടെ നമ്മുടെ ടീമിലെ ഫാത്തിമ മാമിന്റെ ഒരു സോങ്ങോട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം അല്ലെ മാം. രാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോടപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പാട്ടി വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിച്ചൂവേ പൂവേ പൂവേ പുലിച്ചൂവേ പുലിപ്പൂവേ പൂവേ പൂവേ പുലിപ്പൂവേ പൂവേ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ പ്രോഗ്രാം ഫാത്തിമ മാമിന്റെ ഒരു സോങ്ങോട് കൂടെ തുടങ്ങി അല്ലെ. ഫാത്തിമ മാമിന്റെ സോങ് അടിപൊളി ഒരു സോങ് ആയിരുന്നു അല്ലെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഓണം സെലിബ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരുടെയും അതായത് നമ്മളെ കൂടെ പഠിക്കുന്ന ചില ആൾക്കാരുടെ സോങ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടിയാണ്. ചെറിയ രീതിയിൽ പിന്നെ ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് പല രീതിയിലുള്ള ഓണം സെലിബ്രേഷൻസിൽ നമ്മൾ പറയില്ലേ ഓണക്കളികൾ ഉണ്ടാവും, അങ്ങനെ പല രീതിയിൽ. അപ്പൊ നമ്മളും ഇവിടെ ലേൺ വൈസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാടെന്നില്ല നമ്മുടെ ടൈം ലിമിറ്റ് അനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിലൊക്കെ പ്രോഗ്രാംസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഗെയിംസുകളും അതേപോലെ തന്നെ ഗെയിംസിൽ ആരാണ് വിന്നേഴ്സ് ആവുന്നത് ചില അവർക്കുള്ള അപ്രിസിയേഷൻ ഒക്കെ ഉണ്ട്. അപ്പോ അതേപോലെ ഓണപ്പാട്ടുകളുണ്ട്. പിന്നെ നമ്മളിവിടെ നമ്മുടെ ലേൺ വൈസിൽ നമ്മള് എല്ലാവരും എല്ലാവരുടെ മെന്റേഴ്സും അറിയിച്ചിട്ടുണ്ടാവില്ലേ. നമ്മള് ഓണം കോമ്പറ്റീഷൻസ് ഉണ്ട്, നമ്മളൊരു കോntest സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ ഈ ഓണം പ്രോഗ്രാമിലൂടെ അറിയിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടീം നമ്മുടെ ലേൺ വൈസിന്റെ ഓണം സെലിബ്രേഷനിലൂടെ അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഓണത്തിന്റെ സോങ് എല്ലാവരും കേട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ഓണം ഗെയിംസ് ആയാലോ. നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എനിക്ക് 100% വിശ്വാസമുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടും നമ്മൾ ഈ ഒരു ഓണം ഗെയിംസ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഓണം ഗെയിംസ് ഒന്ന് കളറാക്കാനും നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ അബേസ് സാറിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഓവർ ടു യു സർ. സോ ഹായ് ഓൾ. സോ നസ്ല നല്ലൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ ഫാത്തിമ നല്ലൊരു പാട്ട് പാടിയും നമ്മളുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഗെയിംസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഗെയിംസിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പ് എനിക്ക് തോന്നുന്നു എല്ലാവരും തന്നെ വ്യത്യസ്ത ക്വിസുകളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടാവില്ല ലേൺ വൈസിന്റെ. സോ ഇന്നത്തെ ഒരു ക്വിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള പ്യുവർലി എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഒരു ക്വിസാണ്. സോ ഇതൊരു കോമ്പറ്റീഷനേക്കാളും
എല്ലാവരും ഉത്തരം പറയുക, എന്നിട്ട് വേഗം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക, പറ്റുകയാണെങ്കിൽ കുറച്ച് ചിരിക്കാൻ സാധിക്കുക, അല്ലെ ചിരിക്കാൻ നോക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാം. ക്വിസിനായിട്ട് കാര്യമായിട്ടൊക്കെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. നമുക്ക് കൃത്യം ഒരു 30 ദിവസം കഴിഞ്ഞാൽ ഗാന്ധി ജയന്തിക്ക് നമ്മൾ മുമ്പ് കണ്ടക്ട് ചെയ്ത പോലെ തന്നെയുള്ള വളരെ ഫോമൽ ആയിട്ടുള്ള കുറെ കൂടെ ഇൻഫർമേഷൻ ഒക്കെ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ക്വിസ് എല്ലാം തന്നെ ഉണ്ടാവും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻഫോർമൽ ആണ്. നമ്മളിപ്പം പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പം ഓണത്തെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന, കുറെ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന, പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇപ്പം നാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഈ ചളി എന്നൊക്കെ തന്നെ പറയും. അപ്പൊ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും അതുപോലെയാണെന്നുള്ളതല്ല. അപ്പം ഇത് ഒരു ക്വിക്ക് തിങ്കിങ് ആവശ്യമുള്ള, അല്ലെങ്കിൽ വളരെ റിലേറ്റ് ചെയ്ത് പോകേണ്ടുന്ന, ചിലർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഒരു ടൈപ്പ് ഒരു ക്വിസ് ആണ് വരുന്നത്. സോ അതിനെല്ലാവരും തയ്യാറായിട്ട് ഇരിക്കുക. നമ്മുടെ ലേണേഴ്സ് എല്ലാവരും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജോയിൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആദ്യത്തെ ക്വിസിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാം. ആദ്യത്തെ ക്വിസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വേർഡ് സ്ക്രാമ്പിൾ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ചെറിയ ക്ലാസ്സുകളിലൊക്കെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആസ് ഇൻ നമുക്ക് കൃത്യമായിട്ടുള്ള വാക്കുകൾ ഉണ്ടാവും, പക്ഷെ ആ വാക്കിന്റെ ഓർഡർ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സോ അതിനെ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കായി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഒരു പക്ഷെ അതൊന്നും മറ്റു വാക്കുകൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം, പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഓണം റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള വാക്കുകൾ തന്നെയാണ്. അപ്പൊ തുടക്കത്തിൽ ഒരു 10 മലയാളം വാക്കുണ്ടാവും, അത് കഴിഞ്ഞ് ഒരു 10 ഇംഗ്ലീഷ് വാക്കുകളും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നത്. അതിൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമുണ്ട്, ലിറ്ററലി ഓണം അല്ലെങ്കിൽ പോലും സദ്യ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓണത്തിന്റെ ഒരു ആഘോഷമൊക്കെ അനുബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. വ്യത്യസ്ത സൗണ്ട് കേട്ടിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് ഗസ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യത്യസ്ത ചിത്രങ്ങൾ തന്നിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ തന്നെ നമ്മൾ കടക്കുകയാണ്. റെഡി ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് തംസ് അപ്പ് തന്നിട്ടും, ഇതിന് ഉത്തരം എങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ പ്രൈസിനായിട്ടുള്ള ഒരു ക്വിസ് അല്ല, ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിക്ക് ഇപ്പം പല രീതിയിലുള്ള സ്ട്രെസ്സിലൊക്കെ തന്നെയായിരിക്കും. പക്ഷെ ഓണം എന്ന് പറയുന്നത് നസ്ല പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനൊക്കെ തന്നെയായിട്ടുള്ള രീതി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളതല്ല ഇതില്. ആൻഡ് സമ്മാനം എന്നതിലുപരി ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫ്രീ ആയിട്ട് ചിന്തിക്കുക, അല്ലെ ഫ്രീ ആയിട്ട് ഇരിക്കുക, ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ചിരിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ക്വിസ് ആണ്. സോ എല്ലാവരും ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, തങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ, അല്ലെ മനസ്സിൽ തോന്നുന്ന ഉത്തരങ്ങൾ കൊടുക്കുക. ചിലതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇതാണോ ഉത്തരം, ഇതാണോ ചോദ്യം എന്നൊക്കെ തോന്നും. ആദ്യമേ ഞാൻ പറയുന്നു, ക്ഷമ ചോദിക്കുന്നു, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇത് ആദ്യത്തെ ചോദ്യമാണ്. ഇത് കറക്റ്റ് ആയിട്ട് ഒരു വാക്കാക്കി മാറ്റണം. സോ ഏതാണ് വാക്കെന്നുള്ളതാണ് ചോദ്യം. കറക്റ്റ് ആൻസർ വന്നു കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പറഞ്ഞ ഉടനെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഓണത്തപ്പനാണ് റൈറ്റ് ആൻസർ. അടുത്തത് വരുന്നതാണ്, ഏതാണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇതിന് ഡിസ്കഷന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് പോവുകയാണ്. അതിൽ ഉത്തരം വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. യെസ്, ഇസ്മായി കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. ആതിര, KS, അഭിമന്യു, അഷിത കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. അത്തച്ചമയം എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പോണ എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള വേർഡ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ്. ആക്ച്വൽ വേർഡ് ഏതാണ്? ഓണവുമായി ബന്ധപ്പെട്ട വേർഡ് ഏതാണ്? റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ വളരെ പെട്ടെന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓണപ്പൊട്ടൻ എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിന് ഉത്തരം വന്നു. ഇസ്മായി തന്നെയാണ് കറക്റ്റ് ആൻസർ വരുന്നത്. HK പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു. ഉറിയടി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് അല്ലെ. എല്ലാവർക്കും താല്പര്യമുള്ള, ഓണം വരുമ്പം മുമ്പൊക്കെ ആണെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഓണം വരുമ്പോ എന്തായാലും നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു ഡ്രസ്സ് കിട്ടും, ഓണക്കോടി കിട്ടും അല്ലെ. ഓണക്കോടി. ഷഫ്ന, ശ്വേത, HK, ഫാത്തിമ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. അടുത്തത്, ഉള്ളത് തുമ്പിൽ നിന്നാണ് കാണുക. എന്താണ് കറക്റ്റ്? തുമ്പിത്തുള്ളൽ. റൈറ്റ് ആൻസർ ആണ്.
സോ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ടെക്സ്റ്റും ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് തിരുവാതിര. 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 തിരുവാതിര റൈറ്റ് ആൻസർ ആണ്. അടുത്ത ചോദ്യം. പൂക്കളം. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. ഓൾറെഡി ടെക്സ്റ്റും ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉത്തരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോ ഇത് മലയാളമാണ്, ഇംഗ്ലീഷിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഈസിയാണ് അല്ലേ? രസമാണ് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ചാറ്റിൽ ഉത്തരം പറയുന്നുണ്ട് കേട്ടോ, ഒരുപാട് പേര് പറയുന്നുണ്ട്. ചെറുശ്ശേരി എന്നൊക്കെ വരുന്നുണ്ട്. എരിശ്ശേരിയാണ് റൈറ്റ് ആൻസർ. ഇംഗ്ലീഷിലേക്ക് എത്തിയിട്ടുണ്ട്. വാമനനാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഇത് കുറച്ച് ബുദ്ധിമുട്ടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കുറച്ചെങ്കിലും ഒരു 4-5 സെക്കൻഡെങ്കിലും നിങ്ങളെ ചിന്തിക്കാൻ വിട്ടിട്ടില്ല. ഷഫ്ന റൈറ്റ് ആൻസർ ആണ്. റിയാന കറക്റ്റ് ആൻസർ ആണ്. ഫാത്തിമ കറക്റ്റ് ആൻസർ ആണ്. തിരുവോണമാണ് റൈറ്റ് ആൻസർ. ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. തിരുവാതിരക്കളി കറക്റ്റ് ആൻസർ വന്നു. ഇല്ല, അടുത്തെത്തി. കുമ്മാട്ടിക്കളിയാണ് റൈറ്റ് ആൻസർ. ഒരുപാട് പേര് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം. റൈറ്റ് ആൻസർ ഒരുപാട് റൈറ്റ് ആൻസർ വന്നു. വള്ളം കളി തന്നെയാണ് കറക്റ്റ്. അടുത്തതിലേക്ക് പോവാ. വളരെ ഈസിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഓൾറെഡി ഉത്തരങ്ങൾ വന്നു തുടങ്ങി. പാതാളം എന്നുള്ളത് തന്നെയാണ് കറക്റ്റ് ആൻസർ. 2-3 പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അടുത്തതിലേക്ക് പോവാ. ഊഞ്ഞാല് ഒരുപാട് ഊഞ്ഞാല് വരുന്നുണ്ട്. കറക്റ്റ് ആണ്, ഊഞ്ഞാല് തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഊഞ്ഞാൽ ആവശ്യം വരും. ഞാൻ ജസ്റ്റ് ഒരു ക്ലൂ പോലെ പറയാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഊഞ്ഞാൽ ആവശ്യം വരും. യെസ്, റൈറ്റ് ആൻസർ ആണ്. മലയാളത്തിൽ ഇംഗ്ലീഷിലും എല്ലാ ആൻസേഴ്സ് വരുന്നുണ്ട്. കിച്ചടിയാണ് കറക്റ്റ് ആൻസർ. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വേർഡ് ആണ് നമ്മളുടെ ചെണ്ട. കറക്റ്റ് ആൻസർ ആണ്. ചെണ്ട തന്നെയാണ്. ഇനി ലാസ്റ്റ് വേർഡ്. യെസ്, ജൂഡിത്ത് കറക്റ്റ് ആണ്. HK കറക്റ്റ് ആണ്. അഞ്ജിത കറക്റ്റ് ആണ്. ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ചിങ്ങമാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ പോകുന്നത്? നിങ്ങൾക്ക് റിയാക്ഷൻ വഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയിക്കാം. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ, ഒരുവിധം എല്ലാവരും തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ അതോടുകൂടി നമ്മളുടെ സ്ക്രാമ്പിൾഡ് വേർഡ്സ് അവിടെ കഴിഞ്ഞു. ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഒരുപോലെ തന്നെ എല്ലാവരും സ്കോർ ചെയ്തിട്ടുണ്ട് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി വരുന്ന എനിക്ക് തോന്നുന്നു ഹോപ്പ്ഫുള്ളി അതിലും ബെറ്റർ ആവട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ചിരിക്കാൻ ഒരു അവസരമൊക്കെ കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു. ചിലപ്പോൾ ഒരു ചിഹ്നമായിരിക്കും തരുന്നത്, ഒരു ചിത്രമായിരിക്കും തരുന്നത്, ഒരു വീഡിയോ തന്നെ ഉണ്ടാവും. പാട്ട് കാണിച്ചിട്ട് പാട്ട് ഏതാണെന്ന് ചോദിക്കാം. സൗണ്ട് കേൾപ്പിച്ചിട്ട് ഏതാണ് ഈ സൗണ്ട് എന്ന് ചോദിക്കാം. സോ ഇത് ഇവർക്കൊക്കെ എന്ത് സ്പീഡാണ്, അതാണ് മുബീന അടുത്തതിൽ. ഇതിലെന്തായാലും മുബീന സ്കോർ ചെയ്യുന്ന തന്നെ പ്രതീക്ഷിക്കാം. സോ യെസ്, നമുക്ക് കടന്നാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതില് കൃത്യമായിട്ട് ചോദ്യം ഉണ്ടാവും മിക്കപ്പോഴും. അല്ലെങ്കിൽ ഞാൻ ചോദ്യം പറയും, ആ പറയുന്നതിനനുസരിച്ചുള്ള ഉത്തരമാണ് വേണ്ടത്. ഒന്നിൽ സിനിമാ പേര് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തതിൽ സിനിമാ പേര് തന്നെ ചോദിക്കണം എന്നില്ല. ആ സിനിമയുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ചോദിക്കുന്നത്. അല്ലെ ഓണവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും ഞാൻ ചോദിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ തന്നെ എല്ലാവർക്കും പറയാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഓണം ഇവന്റും അല്ലെ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഇവന്റ് ഏതാണെന്നും അതുപോലെ തന്നെ മൂവി ഏതാണെന്നുള്ളതാണ് പറയേണ്ടത് കേട്ടോ. ഓക്കെ, ആട് സിനിമ. ഓക്കെ, ഓൾറെഡി ഉത്തരം വന്നിട്ടുണ്ട് എല്ലാവരുടെ ഭാഗത്തുനിന്നും. ഓക്കെ, 2 കാര്യം ചോദിച്ചു. 2 കാര്യത്തിന് ഉത്തരം പറഞ്ഞവർ ഒരുപാടുണ്ട് കേട്ടോ. ആടാണ് സിനിമ, ഇവന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വടംവലി അല്ലെ? രാജിപ്പാപ്പനും ടീമും. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ സിനിമ ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്രേമം. ഓക്കെ, കുറച്ച് സമയം എടുക്കുന്നു കരുതി, പക്ഷെ എല്ലാവരും പ്രേമത്തിൽ ഈ മാവേലിയെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. പക്ഷെ എന്നിരുന്നാലും എല്ലാവരും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രേമമാണ് സിനിമ, കറക്റ്റ് ആൻസർ ആണ്. ഈ സോങ് മൂവി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ജേക്കബിന്റെ സ്വർഗരാജ്യം. റൈറ്റ് ആൻസർ ആണ്.
ടൈപ്പ് ചെയ്യാവുന്നവര് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്ക് യെസ് റൈറ്റ് ആൻസർ ആണ്. പാട്ട് ഏതാന്നുള്ളതും ഉണ്ട് കേട്ടോ ചോദ്യം. സോ അതുകൂടെ പറഞ്ഞാലാണ് പൂർണ്ണ ഉത്തരാവുക. തിരുവാവണി രാവ്. യെസ് റൈറ്റ് ആൻസർ ആണ്. തിരുവാവണി രാവ് ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നുള്ളതാണ് സിനിമ. ഓക്കെ, മൂവിങ് ഓൺ. സോ ഈ പാട്ട് ജസ്റ്റ് ഞാൻ കേൾപ്പിക്കാം. ഈ പാട്ടും ഓണവുമായിട്ട് ഏത് രീതിയിൽ ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ചിന്തിക്കാം കേട്ടോ നിങ്ങൾക്ക്. മീൻവൈൽ ഓണവുമായിട്ട് ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിൽ ഏത് എലമെന്റ് ആണ് നമുക്ക് ഓണവുമായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റുക? സിനിമ എല്ലാരും പറയുന്നുണ്ട്. വള്ളം കളി അതിൽ കാണിക്കുന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഉണ്ടോന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഉദ്ദേശിച്ച വള്ളം കളിയല്ല. യെസ്, ഉത്തരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വടംവലിയാണ്. ഓക്കെ, വടംവലിയാണ് റൈറ്റ് ആൻസർ. ഓണവുമായിട്ട് എങ്ങനെ അസോസിയേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടംവലിയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മഞ്ഞുമൽ ബോയ്സ് ആണ് സിനിമ, വടംവലിയാണ് ഇവന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈ സിനിമ ഏതാണെന്നുള്ളതാണ്. നാട്ടിലൊക്കെ തന്നെ സദ്യയിൽ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഉത്തരവൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഞാൻ പ്രകാശൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഞാൻ ആദ്യം പറയട്ടെ, ഇതിൽ ടീമിന്റെ പേരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇവർ എല്ലാ വർഷവും വീഡിയോ ഇറക്കാറുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ടീം യൂട്യൂബിൽ എല്ലാ വർഷവും വീഡിയോ ഇറക്കാറുണ്ട്. ഇത് ഏത് വർഷത്തെ വീഡിയോ ആണെന്നുള്ളതാണ് എന്റെ ചോദ്യം. മീൻവൈൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എണ്ണ ചൂടായി, ഇനി കടുക് വറക്കാം. കടുകെന്തിനാ കഴിയുന്നത്? എടാ വൃത്തിയില്ലാത്തവൻ ഇതിനകത്തൊക്കെ എന്തൊക്കെ വിഷം ഉണ്ടാവും അറിയോ? ഷെഫ് പറഞ്ഞാ പിന്നെ അപ്പനില്ല കഴിക്കുക. എടാ കഷ്ണന്മാരിട് 2021 ആണോ? അല്ല, 21 അല്ല. സീരീസ് ഏതാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. യെസ്, ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതുൽ കൃഷ്ണ പറഞ്ഞിട്ടുണ്ട് 2019 ഈ വീഡിയോ വന്നിട്ടുള്ളത്. എല്ലാ വർഷത്തെയും ഓണത്തിലുണ്ട്, പക്ഷെ 2019 കരിക്ക് വീഡിയോ ആണ് നമ്മളിപ്പം കണ്ടത്. ഓക്കെ, ഇതില് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ ഏതാണെന്നുള്ളതുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്നസെന്റ് കൈകാര്യം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥം ഏതാന്നുള്ളത്. സോറി, എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. പഴയ ജിംനാസിയ താൻ എന്താ വേഷം കെട്ടെടുക്ക? എന്താ എന്റെ രാമൻകുട്ടി? ഓൾറെഡി ഉത്തരം കേട്ടിരുന്നു. സിനിമ കല്യാണരാമനാണ്. അദ്ദേഹം വിളമ്പുന്നത് ചോറാണ്. ഓക്കെ, അടുത്തത് ഈ പാട്ട്. ഇതിൽ ഓഡിയോ ഇല്ല, വീഡിയോ വെച്ചിട്ട് പാട്ട് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഓണം സംബന്ധിച്ച് ഇപ്പം വളരെ വൈറലായിട്ടുള്ള ഒരു സോങ് ആണ്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മളെല്ലാവരും എല്ലാ പരിപാടിക്കും ഈവൻ DJക്കൊക്കെ തന്നെയും നിങ്ങൾക്ക് ഒരുപക്ഷെ കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഇതൊക്കെ. യെസ്, ലക്ഷ്മി കറക്റ്റ് ആൻസർ ആണ്. കൊട്ടേഷൻ എന്നാണ് സിനിമയുടെ പേര്. 2004 ഇറങ്ങിയ ഒരു സിനിമയാണ്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് സോ ഇത്രയും നേരത്തെ ചോദ്യങ്ങള് സിനിമ ബേസ്ഡ് ആണ്. ഇനിയും സിനിമ ബേസ്ഡ് ഒക്കെ തന്നെ ചോദ്യം വരുന്നുണ്ട്. സോ അതിനു മുമ്പ് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്. അത് ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ തന്നെ 2 വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഏതാണെന്നുള്ളത് സ്പെസിഫിക് ആയി പറയാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ഞാൻ ഓഡിയോ പ്ലേ ചെയ്യാം. ചിലർ പക്ഷെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, പക്ഷെ ഒരുവിധം കുറെ ആൾക്കാർ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നത്. സോ ജസ്റ്റ് എ മിനിറ്റ്. യെസ്, അത് ദിവ്യ ഏകദേശം എത്തി. വള്ളം കളിയല്ല, വഞ്ചിപ്പാട്ടാണ്. സോ ആറന്മുള വഞ്ചിപ്പാട്ട്. ഇതിന്റെ ഒപ്പം തന്നെ കുട്ടനാടൻ വഞ്ചിപ്പാട്ട് പറഞ്ഞിട്ട് ഇതിന്റെ വേറെ തന്നെ കുറച്ചുകൂടെ ദ്രുതഗതിയിലുള്ള പാട്ടൊക്കെ തന്നെ ഉണ്ട്. സോ ഇത് ആറന്മുള വഞ്ചിപ്പാട്ടാണ്. അടുത്ത ഓഡിയോ. ഇത് എന്തിന്റെ സൗണ്ട് ആണെന്നുള്ളതാണ് ചോദ്യം.
ഇത് അത്യാവശ്യം ഗസ്റ്റുകൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കായ വറക്കുന്നത്. അതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതായത് മീൻ പൊരിക്കുന്നതിന് മുമ്പേ ഓണം ആയതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ കായ വറക്കുന്നത് എന്നുള്ളൊരു കാര്യം വന്നത്. കറക്റ്റ് ആൻസർ ആണ്. പപ്പടം നല്ലൊരു ഓപ്ഷനാണ്. ഉപ്പേരി വറക്കുന്നതാണ് റൈറ്റ് ആൻസർ. ഉപ്പേരി ഉണ്ടാക്കുന്ന ശബ്ദമാണത്. ഓക്കെ, അടുത്തൊരു ഓഡിയോ കേട്ട് നോക്കാം. ഊഞ്ഞാലാടുന്നത്. റൈറ്റ് ആൻസർ ആണ്. ഊഞ്ഞാലാടുന്നതാണ്. ഊഞ്ഞാലാടുന്നതിന്റെ ഒച്ചയാണ് ആ കേട്ടത്. ഓണത്തെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഊഞ്ഞാൽ. സോ ഊഞ്ഞാലാടുമ്പോൾ ഉള്ള ശബ്ദമാണ് കേട്ടത്. അടുത്തൊരു ഓഡിയോയിലേക്ക് പോവാം. പപ്പടം പൊടിക്കുന്ന സൗണ്ടാണോ? പപ്പടം പൊടിച്ച് സദ്യയോടൊപ്പം കഴിക്കുമ്പോൾ ഉള്ള ശബ്ദം തന്നെയാണത്. ലെയ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ലെയ്സ് എല്ലാം ഓണമാണല്ലോ, അപ്പൊ അതുകൊണ്ട് പപ്പടമാണ് റൈറ്റ് ആൻസർ. ഒരു ഓഡിയോ കൂടെ ഉണ്ട്. ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു സ്പെസിഫിക്, ഇപ്പം ഒരുപക്ഷെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ കിട്ടുമായിരിക്കും. പക്ഷെ ഇതൊരു സ്പെസിഫിക്, അതിലൊരു സ്പെസിഫിസിറ്റി ഉണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട് ഈ സൗണ്ടിന്. അതെന്താണെന്നും കൂടെ മെൻഷൻ ചെയ്യണേ. ഓക്കെ, മിക്സി എന്നുള്ളത് വന്നിട്ടുണ്ട്. പക്ഷെ നോർമൽ മിക്സി ഇങ്ങനെയാണോ വരിക? നോർമൽ മിക്സിയിൽ ഈ ഒരു ഒച്ചയാണോ വരിക? അതെ, മിക്സിയുടെ ഒച്ച തന്നെയാണ്. പക്ഷെ നമുക്ക് അല്ല, അതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. മിക്സിയുടെ ഒച്ച തന്നെയാണ്, പക്ഷെ മിക്സി തുറന്ന് വെച്ച് നടപ്പ് ചെറിയൊരു വ്യത്യാസം തോന്നുന്നില്ലേ ഇപ്പൊ? ഇനി അടുത്തത് ഇമേജ് കണ്ടിട്ട് ഡിഷ് അല്ലെങ്കിൽ ഒരു കാര്യം ഗസ് ചെയ്യാനാണ്. വളരെ പെട്ടെന്ന് വന്ന് ചിത്രം കണ്ടിട്ട് ഏതാണ് വിഭവം എന്നുള്ളത് ഗസ് ചെയ്യുക. ഒരു ഫുഡ് ഐറ്റം ആണ്. ഒരുപാടെണ്ണം വന്നു. സോ ഇദ്ദേഹം തോരനാണ് കറക്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കാളൻ. കറക്റ്റ് ആൻസർ ആണ്. കാളൻ തന്നെയാണ് റൈറ്റ് ആൻസർ. വളരെ ഈസിയാണ് കേട്ടോ. യെസ്, ഒരുപാട് ആൻസേഴ്സ് വന്നു. പുളിയിഞ്ചി തന്നെയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വന്നു പരമാവധി എല്ലാവരും ആൻസേഴ്സ് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അവസാനം ഒന്നുമില്ല. അറിയുന്ന ആൻസേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു പോകാന്നുള്ളത് തന്നെയാണ്. ഇനി അറിയില്ലെങ്കിലും ട്രൈ ചെയ്യാന്നുള്ളതാണ്. ഓലൻ റൈറ്റ് ആൻസർ ആണ്. ഒരുപാട് ആൾക്കാർ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഓണത്തിലെ തന്നെ ഒരു വിഭവമാണ്. നൂറ കറക്റ്റ് ആൻസർ ആണ്. മുഹമ്മദ് കറക്റ്റ് ആൻസർ ആണ്. ഒരുപാട് പേരുടെ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആൻസർ കേൾക്കുമ്പോൾ ഇതൊക്കെയാണോ ചോദ്യം എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ മാറ്റി വെക്കുക. പറഞ്ഞല്ലോ, ഓൾറെഡി ചിന്തിച്ച് ജസ്റ്റ് ഒരു ചിരി തരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചിരിയിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രേ ഈ ഒരു ചോദ്യങ്ങളിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കറക്റ്റ് ആൻസർ അച്ചാറാണ്. അത് ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന, ഐ മീൻ ഉത്തരം പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ. ഇത് ഇനിയിപ്പം സപ്പോസ് എന്തെങ്കിലുമൊക്കെ തന്നെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ചോദ്യമാണ്. മഹാബലിയുടെ മകന്റെ പേര് ആറല്ല, ചാർന്ന് വെച്ചാൽ ഹിന്ദിയിലെ ചാറാ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് അച്ചാർ എന്ന് വന്നത് കേട്ടോ. മഹാബലിയുടെ മകന്റെ പേരാ. മഹാബലിയുടെ എന്റെ ഓർമ്മശയാണ് മുത്തച്ഛനായിരുന്നു പ്രഹ്ലാദൻ. യെസ്, റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ബാണാസുരനാണ് റൈറ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ഒന്ന് രണ്ടുപേര് പറഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ? മത്സ്യം, കൂർമ്മം, വരാഹം എന്ന് പറഞ്ഞു വരുമ്പോ എത്രാമത്തെ അവതാരമാണ് വാമനൻ എന്നുള്ളതാണ് ചോദ്യം. റുക്സാന റൈറ്റ് ആൻസർ ആണ് പറഞ്ഞിട്ടുള്ളത്. നരസിംഹത്തിന് ശേഷം 5ാമത്തെ അവതാരമായിട്ടാണ് വാമനൻ വരുന്നത്. സോ 5ാമത്തെ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇനി ഇത് എനിക്ക് തോന്നുന്നു മുമ്പ് തൊട്ടേ ഈ ചാനൽ കാണുന്നവർക്കും അതുപോലെ ഒരുപാട് ട്രോളുകളിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാവർക്കും ഉത്തരം ഓൾറെഡി വന്നിട്ടുണ്ട്. ഫാത്തിമ, മെഹർബാൻ, സൗദ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഓണമായി കഴിഞ്ഞാൽ കൈരളിയിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല, വല്യേട്ടൻ സിനിമയാണ്. എല്ലാവരും ഈ ഒന്ന് പലവട്ടം തന്നെ കണ്ടിട്ടുണ്ടാവും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാ. ഈ കാണുന്നതും ഓണവും തമ്മിൽ ഒറ്റവാക്കിൽ നിങ്ങളോട് കണക്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? യെസ്, ഒരുപാട് ആൾക്കാർ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓണം കിട്ടി. ഈ വട്ടം മുമ്പില്ലാത്ത 2 വിഭവം കൂടെ ഉണ്ട് എന്നാണ് ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കണ്ടതാണ്.
അടുത്തത് ഇത് എനിക്കൊന്ന് വണ്ടി പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യമാണ്. ഓണത്താറല്ല. യെസ്, സ്വാലിഹ കറക്റ്റ് ആണ്. ഓഫ് റോഡ് അല്ല. ഓണം പ്ലസ് ആ വണ്ടിയെ ഒന്ന് മനസ്സിൽ കരുതുക. മുഹമ്മദ് റൈറ്റ് ആൻസർ ആണ്. ദിവ്യ റൈറ്റ് ആൻസർ ആണ്. നൂറ റൈറ്റ് ആൻസർ ആണ്. ഓണം ബമ്പർ ആണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. തിരുവോണമാവുന്ന സമയത്ത് ഒരുപാട് സെർച്ച് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന തിരുവോണത്തിന്റെ ഒരു പ്രത്യേകത കൂടിയൊക്കെ ആയിട്ട് ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓണം ബമ്പർ ലോട്ടറി. അടുത്തത് ഒരു GK ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളം ഇടുക. എന്നാണ് ഇടുക? ചതുരക്കളം എന്നൊക്കെ തന്നെ അതിന് പേരും അല്ല, മൂലക്കളം എന്നൊക്കെ തന്നെ അതിന് പേരും ഉണ്ട്. റൈറ്റ് ആൻസർ ഓൾറെഡി വന്നു കഴിഞ്ഞു. മൂലനാളിലാണ് ചതുരം ആകൃതിയിലുള്ള പൂക്കളം നമ്മൾ ഇടുക. ഇനി ഇത് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ഈ സംഭവം എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ കുറെ ആൾക്കാരെങ്കിലും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. യെസ്, കേൾക്കാൻ ഇപ്പൊ പല സിനിമകളിലായിട്ടും കാര്യങ്ങളിലായിട്ടും ഒക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ആക്ച്വലി ഇതിന്റെ ഇവന്റ് ഇതാണ്. സോ ഈ മത്സരം മറ്റൊന്നുമല്ല, ഉത്തരങ്ങൾ പറയുന്ന പോലെ തന്നെ ഓണത്തല്ലാണ് നമ്മളിപ്പോ ഈ കണ്ടത്. ഓക്കെ, അതിന് കയ്യാങ്കളിന്ന് അവിട്ടത്തല്ലെന്ന് വേറെ 2 പേരുകളും ഉണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സിനിമ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അതിനോടൊപ്പം തന്നെ ഓണമാണ് വരുന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. സൂപ്പർ ശരണ്യാണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അതോടുകൂടി നമ്മളുടെ ക്വസ്റ്റ്യൻസ് സമാപിക്കുകയാണ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ജോയിൻ ചെയ്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാത്ത ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും എല്ലാവിധ ഓണാശംസകളും. ആൻഡ് വിഷ് യു എ വെരി ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ ജോയിനിങ്. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി ഞാൻ പറഞ്ഞല്ലോ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ക്വിസ് കാണുന്നവരാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് ഒരു ഒഫീഷ്യൽ ക്വിസ്, മുമ്പ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് നടത്തിയിട്ടുള്ള പോലെ തന്നെയുള്ള ഒരു ക്വിസ് വരുന്നതായിരിക്കും. സോ അതിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും തന്നെ അതിലും ജോയിൻ ചെയ്യുക. ആൻഡ് നമുക്ക് എപ്പോഴും കുറച്ച് സീരിയസ് ആകുമ്പോൾ അതേപോലെ തന്നെ കുറച്ച് ഫണ്ണും ആവശ്യമാണ് അല്ലേ? സോ എനിവേ, താങ്ക്സ് ഫോർ ജോയിനിങ് ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. ഇനി വേറെയും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. സോ സ്റ്റേ ആൻഡ് സീ വാട്ട്സ് ദെയർ ഫോർ യു ഇൻ ദ സ്റ്റോർ. സോ താങ്ക് യു അബേ സർ. അത് നല്ലൊരു എൻജോയിങ് സെഷൻ ആയിരുന്നു അല്ലേ? നമ്മുടെ ഓണം പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗെയിംസ് തന്നെയായിരുന്നു അല്ലേ? നല്ല രീതിയിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെഷൻ, ഒരു ടൈം ആയിരുന്നു നമ്മുടെ ഈ ഒരു ഗെയിംസിന്റെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അല്ല, നൈസ് ആയിരുന്നു എന്നൊക്കെ കമന്റ് ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ലേണേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഗെയിംസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സോങ് ഒക്കെ കേൾക്കാം അല്ലെ? നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഗായകന്മാരും നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട് അല്ലെ? സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ ഇടയിലുള്ള കുറച്ച് പേര് പാട്ട് പാടാനൊക്കെ ഒന്ന് ക്ഷണിക്കാം അല്ലെ? ഒരു ഓണപ്പാട്ടൊക്കെ കേൾക്കാം അല്ലെ നമുക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്രാർത്ഥനനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ പാട്ട് പാടാൻ വേണ്ടിട്ട് പ്രാർത്ഥന നമുക്ക് ക്ഷണിക്കാം. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വെക്കൂ നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ. ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വെക്കൂ നീ, സ്നേഹമൊരു പൂമരം പോൽ തണലേകുവാ, ജീവനിൽ കുളിരാകുവാ, കണ്ണെഴുതും കനിവായി നീ ഈ വിണ്ണറിയും വരമായി, തേടൂ പൊന്നിൻ കിളിവാതിൽ, തിരയൂ പവിഴം മിഴിനീരിൽ, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു
മണ്ണിലും ഭാഗ്യതാരം ഒളിച്ചിന്നുവാൻ, ഉള്ളിലും പൂവനങ്ങൾ നിറമേകുവാൻ, കന്നിമഴയറിയാതെ നീ മുത്തുമഴ പൊഴിയാതെ, നീറും നെഞ്ചിൻ കുളിരായി, നീറും നെഞ്ചിൻ കുളിരായി, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ, ഓർമ്മകൾ മെയ്യും കാവിൽ ഒരു തിരി വെക്കൂ നീ, മിഴികൾ വിടർത്താൻ വാ, മൊഴികൾ പകർത്താൻ വാ, മധുമഴ നനയാൻ വാ, മനസ്സിലുറങ്ങാൻ വാ, ഓണത്തുമ്പി പാടൂ ഓരോ രാഗം നീ. താങ്ക് യു. അത് നല്ല രീതിയിൽ നല്ലൊരു പാട്ട് തന്നെയായിരുന്നു പ്രാർത്ഥന. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനന്റെ പാട്ട്. നമുക്ക് അടുത്ത ആളെ വിളിക്കാം അല്ലെ? ആന്റണി. എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകള്. ഞാനൊരു വഞ്ചിപ്പാട്ടാണ് പാടുന്നത്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ, കൊട്ടു വേണം കൂഴൽ വേണം കുരവ വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ, അത്തം വന്നാൽ 10 ഓണം, 10 വന്നാൽ തിരുവോണം, ഓണം വന്നാൽ വഞ്ചി വേണം കളിയും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. ചിങ്ങത്തിലെ ഓണം വന്നാൽ വൈകിട്ടത്തെ വിനോദത്തിൽ മരം വേണം ഊഞ്ഞൽ വേണം ആട്ടവും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. തിരുവോണ സദ്യയിലെ വിളമ്പുന്ന വിഭവത്തിൽ കറി വേണം 10 തരം തിന്നാൻ വയറും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. ഒന്നാം ഓണം ഉത്രാടത്തിൽ സൂര്യനങ്ങ് അസ്തമിക്കുമ്പോൾ കോടി വേണം കോടി നൽകാൻ കാരണവർ വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. താലിപ്പീലി കിളിത്തട്ട് ഓണവില്ല് ചെമ്പഴുക്ക, വാദ്യമേളങ്ങളും വേണം കണ്ടിരിക്കാൻ ആളും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. വെമ്പനാട്ടു കായലിലെ കൊച്ചു ചുണ്ടൻ തുഴക്കാരെ, വഞ്ചിപ്പാട്ടു പാടി നിങ്ങൾ തുഴയു വേഗം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. ഓണത്തല്ല് കമ്പിത്താഴം തുമ്പി തുള്ളൽ തലയാട്ടം, ഓണം വന്നാൽ തല്ലു വേണം തല്ലു കൊള്ളാൻ ആളും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. ഓണക്കാലം വന്നാൽ പിന്നെ ഓണക്കോടി ഉടുത്താൽ പിന്നെ 4 കൂട്ടി മുറുക്കി അങ്ങ് തുപ്പാൻ കോളാമ്പി വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. വട്ടത്തിലിരുന്നിടുന്ന കൊച്ചു പെണ്ണെ കുയിലാളെ, തുമ്പി വേണം തുള്ളൽ വേണം കുരവ വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. ഏറുപന്ത് കളിയിലെ തലപ്പന്തു കളിയിലെ തല വേണം പന്തു വേണം ഏറ് കൊള്ളാൻ ആളും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. തൃശൂർനാട് പട്ടണത്തിൽ വലം വെച്ചു വന്നിടുന്ന പുലി വേണം കളി വേണം ആർപ്പും വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. മുന്നിൽ വെച്ച വാഴയില ചെറുപഴം കൂട്ടിച്ചേർത്ത് പപ്പടം പൊട്ടിച്ച് കഴിക്കാൻ പായസം വേണം, ഓ തിത്തിത്താരാതിത്തിത്തേ തിത്തേ തകതകതകതോ. താദിമിന്തോം 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 തെയ്യത്താരെ, ഹൈ താദിമിന്തോം 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 തെയ്യത്താരെ. ആലുവായി മണപ്പുറത്തുണ്ടൊരു മത്തേൻ തെയ്യം തെയ്യമുണ്ട്, ആലുവായി മണപ്പുറത്തുണ്ടൊരു മത്തേൻ തെയ്യം തെയ്യമുണ്ട്, മത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരച്ചതും കൂട്ടാൻ വെച്ചതും നെയ്യിൽ പൊരിച്ചതും നെയ്യപ്പൻ ചുട്ടതും നീയറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണെ മീനാക്ഷി, ഹൈ താദിമിന്തോം താദിമിന്തോം
താദിമിന്തോം തെയ്യത്താര ഹൈ താദിമിന്തോം താദിമിന്തോ താദിമിന്തോം തെയ്യത്താര. അക്കളം വെട്ടി ഇക്കളം തേകി അക്കളം വെട്ടി ഇക്കളം തേകി അക്കരെ നിക്കണ ചിത്തിര കണ്ണ ശ്രീരാമ ഹോയ്. താദിമിന്തോം താദിമിന്തോ താദിമിന്തോം തെയ്യത്താര ഹൈ താദിമിന്തോം താദിമിന്തോ താദിമിന്തോം തെയ്യത്താര ഹൈ താദിമിന്തോ താദിമിന്തോം താദിമിന്തോം തെയ്യത്താര. താങ്ക് യു വെരി മച്ച്. നല്ലൊരു സോങ് തന്നെയായിരുന്നു. നമ്മളെ ഓണം സീസണില് ഓണക്കാലത്ത് നമുക്ക് ഈ ഒരു പാട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തായിരുന്നു അല്ലെ. അപ്പോ നല്ലൊരു സോങ് തന്നെ നമുക്ക് പാടിത്തന്ന് ടോണിക്ക് ഒരു നന്ദിയുണ്ട്. ഇനി നമുക്ക് സുനിൽ AMC സുനിലിനെ വിളിക്കാം. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു തിന്നത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ എന്നെയണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി കോർത്തു വച്ചു നിന്നെയണിയിക്കാൻ താമര നൂലിന ഞാനൊരു പൂത്താലി കോർത്തു വച്ചു നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വച്ചു എൻ ഹൃത്തിലെടുത്തു വച്ചു ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഓക്കെ, താങ്ക് യു സുനിൽ. നല്ലൊരു പാട്ടായിരുന്നു. എനിവേ താങ്ക് യു. ഇനി നമുക്ക് അടുത്ത ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തതായിട്ട് പ്രസീത. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഉത്രാടപ്പൂക്കും നിന്നുച്ചിയിൽ പൊൻവെയിൽ ഇത്തിരി പൊന്നുരുക്കി ഇത്തിരി പൊന്നുരുക്കി കോടി മുണ്ടൊടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലനാമോണക്കിളി ഓണക്കിളി ഓണക്കിളി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി കാവിലെ പൈങ്കിളി പെണ്ണുങ്ങൾ കൈകൊട്ടി പാട്ടുകൾ പാടിടുന്നു പാട്ടുകൾ പാടിടുന്നു ഓണവില്ലടി പാട്ടിന്നോപൂരം കിലുങ്ങുന്നു പൂവിളിത്തേരുകൾ പാഞ്ഞിടുന്നു 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 തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി
താങ്ക് യു. താങ്ക് യു സോ മച്ച് പ്രസീത. നല്ലൊരു സോങ് തന്നെയായിരുന്നു. അടുത്തതായിട്ട് പാടാൻ പോകുന്നത് അനൂജ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പാതിര കിളി വരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ പാടിയാടിവാ പുലർമേടിറങ്ങിവാ പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ കാറ്റിലാടുമേ മുളങ്കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. പാതിര കിളി വരു പാൽക്കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. താങ്ക് യു മാം. താങ്ക് യു അനൂജ. നമുക്ക് അടുത്തതായിട്ട് അടുത്ത സോങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അശ്വതിയെ ഇൻവൈറ്റ് ചെയ്യാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോതി പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു സോ മച്ച് അശ്വതി. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സോങ്. നെക്സ്റ്റ് ലെറ്റ് മീ ഇൻവൈറ്റ് അനഘ. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിന്റെ കുളിരും സമ്മാനം പൂക്കൂട നിറയ്ക്കുവാൻ പുലർമഞ്ഞിൻ കടവത്ത് പുന്നാരക്കാറ്റിന്റെ സഞ്ചാരം
ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവയറോണിന്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരമുണരുന്നു സംഗീതം സംഗീതം. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു മാം. താങ്ക് യു അനഘ. കഫ് ആൻഡ് ഗോൾഡ് ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ പാടി. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമുക്ക് ഹരികുമാറിനെ ക്ഷണിക്കാം. ഹരികുമാർ, ഓവർ ടു യു. ഞാൻ ഒരു ലിറിസിസ്റ്റ് കൂടെയാണ്. അപ്പം എഴുതിയ പാട്ട് പാടണോ അതോ മറ്റൊരെണ്ണം പാടണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഒരു സിനിമ പാട്ട് പാടാം. ഇരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഉത്രാടപ്പൂ കുഞ്ഞിന്നുച്ചിയിൽ പൊൻവേയിൽ ഇത്തിരി പൊന്നൊരുക്കി ഇത്തിരി പൊന്നൊരുക്കി. കോടി മുണ്ടുടുത്തും കൊണ്ടോടി നടക്കുന്നു കോമള ബാലരാമോണക്കിളി ഓണക്കിളി ഓണക്കിളി. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഞാൻ ആക്ച്വലി ഒരു ഫിലിമിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഓണത്തിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു സോങ്ങിൻ്റെ ഒരു 4 വരി കൂടെ പാടാം. തങ്കത്തിൻ മണികളെ തുഞ്ചത്തൊന്നേറ്റി തുമ്പി തുള്ളുന്നൊരു പൊൻപാടം തിരുവോണത്തപ്പനെ ഹൃദയത്തിലേറ്റി തളിരണിഞ്ഞാടുന്നൊരുത്രാടം. തെച്ചിപ്പൂ തൈകളെ താളത്തിലാട്ടി തന്നാരോ പാടുന്നു തളിർകാറ്റ് തളരും പൂങ്കരളീനെ തരളിതമാക്കുന്നു തിരുവോണപ്പുലരീതൻ തൂവെളിച്ചം. ഓണക്കോടിയുടുത്തൊരുങ്ങാനായി കാർമൂകിൽ ഓടിയകലെ മറഞ്ഞിടുമ്പോൾ ഓലക്കൂട പീഡിച്ചെത്തുന്നു മനതാരിൽ ഓണക്കളം തീർത്തന്നോർമകളും. ഒന്നാനാം തുമ്പിയെ കല്ലു കെട്ടിച്ചതും ഓലപ്പാമ്പും വലിച്ചോടിയതും ഊഞ്ഞാലി പിന്നെയും ആടിത്തിമിർത്തതും ഓടിച്ചിട്ടമ്മ തല്ലിയതും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നല്ലൊരു പാട്ട് തന്നെയായിരുന്നു അത്. സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. അടുത്ത പാട്ട് പാടാനായി ഞാൻ ആതിരനെ ക്ഷണിക്കുകയാണ്. ആതിര, ഓവർ ടു യു. ചാഞ്ചാടിയാടി ഉറങ്ങ നീ
ചരിഞ്ഞാടിയാടി ഉറങ്ങനീ ആകാശത്തു ഞാനാടനീ കാണാക്കിന കണ്ടുറങ്ങനീ അമ്പോറ്റിയെ നീ കണ്ടോണ്ടുറങ്ങുമ്പോൾ കൽക്കണ്ട കുന്നൊന്നു കാണായി വരും കൽക്കണ്ട കുന്നിന്റെ ഉച്ചിയിലെ ചെല്ലുമ്പോൾ അമ്പിളിത്തമ്പ്രാന്റെ കോലവും കാണാം ആ കോലത്തെത്തുമ്പോൾ അവിടെ എന്തൊരു രസമെന്നോ അവിടെ പാൽ കാവടിയുണ്ട് അവിടെ പായസപ്പുഴയുണ്ട് അവിടെ കാത്തൊരമ്മയിരിപ്പുണ്ട് ചാഞ്ചാടിയാടി ഉറങ്ങി ചരിഞ്ഞാടിയാടി ഉറങ്ങി ആകാശത്തു ഞാനാടനീ കാണാക്കിന കണ്ടുറങ്ങനീ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ആതിര. നല്ല രീതിയിൽ തന്നെ പാടി, നല്ലൊരു സോങ് തന്നെ ആയിരുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് പാടാൻ നമുക്ക് ശൈലജയെ ഇൻവൈറ്റ് ചെയ്യാം. ശൈലജ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല നല്ലവരല്ലാതെ ഇല്ല പാരിൽ നല്ല മഴ പെയ്യും വേണ്ടുവോളം ആധികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങളെങ്ങുമില്ല ദുഷ്ടരെ കൺകൊണ്ട് കാൺമാനില്ല നല്ലവരല്ലാതെയില്ല പാരിൽ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കു മുട്ടില്ല താനും. താങ്ക് യു. ഹാപ്പി ഓണം ടു ഓൾ. താങ്ക് യു സോ മച്ച് ശൈലജ. നമ്മുടെ ഓണം സെലിബ്രേഷനിലെ ഓണപ്പാട്ടുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് നമുക്കറിയാം നമ്മളിപ്പം ആദ്യമായിട്ടായിരിക്കും കുറെ പേര് ഇതിൽ ഓൺലൈൻ ആയിട്ട് ഓണം ആഘോഷിക്കുന്നത്. നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ കാണുമ്പം എല്ലാവരും ഓഫീസിലൊക്കെ പോയി ഓണം ആഘോഷിക്കുന്ന കാണുമ്പം നമ്മൾ ഓൺലൈൻ പഠിക്കുന്നവർക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവും, അയ്യോ നമുക്കിതൊന്നും ഇല്ലല്ലോ എന്നില്ലേ. അപ്പൊ നമുക്കൊരു വിഷമം ഉണ്ടാവും, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നില്ലേ. അപ്പൊ ആ വിഷമം നമുക്ക് ഇന്നൊന്ന് തീർക്കാം കേട്ടോ. അപ്പൊ എന്ത് വേണമെന്ന് അറിയോ, എല്ലാവരും ഒന്ന് ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് നമ്മളെ സ്കൂളിലും കോളേജിലൊക്കെ പോയാലും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ ഓണപ്പൂക്കളത്തിന്റെ മുമ്പിൽ നിന്ന് സെൽഫി എടുക്കാറില്ലേ, അതുപോലെ ഒരു പോസ് നമുക്കിപ്പോ കൊടുക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് ക്യാമറയ്ക്ക് ഓൺ ചെയ്ത് ഒന്ന് ഫുൾ ഓൺ ആയിട്ടൊന്ന് ഇരുന്നാട്ടെ. ഓക്കെ, എന്നിട്ട് ഞാനിപ്പം കൗണ്ട് ചെയ്യും. നമ്മള് ചെറിയ ക്ലാസ്സിൽ പറയുന്ന പോലെ 1 2 3 എന്ന് പറയും. 3 എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോരോ ആക്ഷൻസ്, ഒന്നിക്കൽ യോ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തംസപ്പ് ആവാം, എന്ത് ഇമോജി നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണോ ഒരു സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നത് ആ ഒരു സെൽഫിയാണ് നമ്മളിപ്പോ എടുക്കാൻ പോണേ. നമ്മളെല്ലാവരും ഓൺലൈൻ ആണെന്നേ ഉള്ളൂ, പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഇരിക്കുക. അപ്പൊ അതിന്റെ ഒരു മെമ്മറി ആയിട്ട് എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ കൗണ്ട് ചെയ്യാണ്. 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ, എനിവേ താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇത്?
നമുക്കിനി ഓരോരോ പ്ലാറ്റ്ഫോമിൽ നമുക്കിത് കാണാം. നമ്മുടെ ലേൺ വൈസിന്റെ പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഈ ഫോട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ എന്താ പറയുക, നമുക്ക് എന്നുള്ള ഒരു ഓർമ്മയാണ്. കാരണം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആഘോഷിക്കുന്നു, അതായത് ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ട. അത് നമുക്ക് ഇന്നിവിടെ തീർന്നു കേട്ടോ. നമ്മളും ആഘോഷിച്ചു ഓണം. ഓൺലൈൻ ആയിട്ടാണെങ്കിൽ കൂടി അടിപൊളിയായിട്ട് നമ്മളങ്ങ് ആഘോഷിച്ചു. അതിന്റെ മെമ്മറീസ് ഒക്കെ നമ്മളിപ്പോ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഫോട്ടോ എടുത്തു, നമ്മൾ ഇനി റീൽ ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഔദ്യോഗികമായിട്ട് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാണ്. അതായത് നമ്മുടെ ഈ ഓണം സെലിബ്രേഷൻ മാത്രമാണ് ഇവിടെ തീരുന്നത്. നമ്മുടെ മുന്നോട്ടുള്ള യാത്ര ഇനിയും തുടരുകയാണ് ലേൺ വൈസിന്റെ കൂടെയുള്ള. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലേൺ വൈസിന്റെയും എന്റെയും നമ്മുടെ ഫാമിലിയുടെ മൊത്തം പേരിൽ ഞാൻ ഓണാശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തരാണ് ഞങ്ങളുടെ വിജയം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയവും അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പിന്തുണ നൽകുന്നത്. അപ്പൊ നിങ്ങളാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് വേണം, ഞങ്ങൾക്ക് ശക്തി വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ഓടി വന്ന് നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ആ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ഇനി വരുന്ന നമ്മുടെ അങ്ങോട്ടുള്ള എല്ലാ പ്രോഗ്രാമിലും ഒരു ഊർജ്ജസ്വലതയോടെ വന്ന് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലേൺ വൈസിന്റെ പേരിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ യാത്ര തുടരുകയാണ്. ലേൺ വൈസുമായിട്ടുള്ള പഠനത്തിന്റെ യാത്ര തുടരുകയാണ്. ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ലേൺ വൈസ് ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്.